മറ്റു വാർത്തകളിലേക്ക് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പോലീസ് വീഴ്ചയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കിയത് ഡിവൈഎസ്പി എന്ന് കോടതി. ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഡോക്ടർ എം കെ റാമിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നും കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെങ്കിൽ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഹൈക്കോടതി കടുത്ത ഭാഷയിൽ ഉയർത്തിയ വിമർശനം ഇങ്ങനെ: അറസ്റ്റിനുള്ള കാരണം കാണിച്ചില്ലെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ഡിവൈഎസ്പിക്ക് അറിയാം. വീഴ്ച വരുത്തിയ ഡിവൈഎസ്പിയെ സർവീസിൽ നിന്ന് നീക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയുടെ അഭിഭാഷകനും തമ്മിലുള്ള ബന്ധം സർക്കാർ പരിശോധിക്കണം. ഇല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തും. കഴിഞ്ഞ 15 വർഷത്തിനിടെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല. പ്രതിയുടെ ഭക്ഷണവും പണവും പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങി. തുടർന്ന് ഡോക്ടർ എം കെ റാമിന് രക്ഷപ്പെടാനുള്ള പഴുത് ഡിവൈഎസ്പി ഒരുക്കി. കഴിവില്ലാത്ത ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി എന്നും ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. SITയെ മാറ്റി തലയൂരാനാണ് പോലീസിന്റെ ശ്രമം. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. പോലീസ് ആർക്കൊപ്പമാണെന്ന് മനസ്സിലായി. ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഡോക്ടർ എം കെ റാമിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നും സിംഗിൾ ബെഞ്ച്. വീഴ്ചയിൽ സർക്കാർ വെള്ളിയാഴ്ചയ്ക്കകം മറുപടി നൽകണം. ഡോക്ടർ എം കെ റാമിനെ കോടതിയിലെത്തിച്ചപ്പോൾ നൽകിയ രേഖകൾ ഹൈക്കോടതിയിലെത്തിക്കണം. രേഖകൾ പരിശോധിക്കുമെന്നും ഹൈക്കോടതി. വീഴ്ച പറ്റിയെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് നടപടി വേണമെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും. എം കെ റാമിനെ പോലീസ് സംരക്ഷിച്ചുവെന്നും പിടികൂടിയിട്ടും വിട്ടയച്ചത് അനാസ്ഥയെന്നും നിതിൻ രാജിന്റെ സഹോദരി നികിത. 100 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് തന്നെയാണ് അവരെ എം കെ റാമിനെ ഇതുവരെ സംരക്ഷിച്ചത്. പോലീസിന്റെ സഹായത്തോടുകൂടെ തന്നെയാണ് അയാളെ നിസ്സാരം പോലെ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ കോടതി വിട്ടയച്ചു. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ ഒരു വീഴ്ച തന്നെയാണ്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.